ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സോനാസ് കറിവേലിലോട്ട് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊപ്പം വിളമ്പാവുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി. ഏകദേശം 10-12 പേർക്ക് വിളമ്പാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇന്ന് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾക്ക് നോക്കാം. 200 ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. തൈര് 1.5 കപ്പ്, തേങ്ങ 3/4 കപ്പ്, ഏകദേശം 70 ഗ്രാം, ചെറിയ 2 പീസ് ഇഞ്ചി, 4 പച്ചമുളക്, 2-3 ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഒരു 3-4 എണ്ണം, 1/4 ടീസ്പൂൺ കടുക്, ഉപ്പ്. ഇവയെല്ലാമാണ് പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, കടുക് ഇവയെല്ലാം ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റായി അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് 1/4 കപ്പ് വെള്ളവും ഒരു 1.25 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്ത് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 3-4 മിനിറ്റ്സ് അടച്ചു വേവിക്കുക. 4 മിനിറ്റ് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റും കൂടി വേവിക്കാവുന്നതാണ്. ടോട്ടൽ ഒരു 6 to 7 മിനിറ്റ്സ് ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ച തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം തുടർച്ചയായി 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുത്ത തൈര് 1.5 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത് പച്ചടിക്ക്. തീരെ പുളിയില്ലാത്തതും ഒത്തിരി പുളി കൂടിയതുമായ തൈര് ഉപയോഗിക്കാതിരിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കടുകും കറിവേപ്പിലയും ഒക്കെ താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് 1/2 ടീസ്പൂൺ ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് ചുവന്നുള്ളി ഒരു 2 എണ്ണം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് ഒരു മീഡിയം ബ്രൗൺ കളറാകുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് 3 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒരു 10 സെക്കൻഡ് ചൂടാക്കുക. അതിനുശേഷം ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലോട്ട് ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇത് ഉച്ചയൂണിനും സദ്യക്കൊപ്പമൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. എല്ലാവരും ദയവായി ഇത് ഉണ്ടാക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ